ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഗുണ്ടൽപേട്ട യാത്രാ വിശേഷങ്ങളായിട്ടാട്ടോ. അപ്പോൾ രാവിലെ ഒരു 3 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടൊക്കെ നിന്നതായിരുന്നു. പക്ഷേ 3 മണിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങളൊക്കെ കുളിച്ച് ഫ്രഷായൊക്കെ വരുമ്പോഴത്തേക്ക് 4 മണി 4:30 അപ്പോൾ ഞാനുണ്ട്, ഫൈസൽക്കുണ്ട്, ആഷിറുണ്ട്, സെമീർക്കുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ പോകാൻ നേരത്തെ ചെറിയൊരു ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിൽ ഫൈസൽക്ക് പറഞ്ഞ് ചായ കുടിച്ചിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജംഗ്ഷനിൽ ചായക്കടേൻ്റെ അവിടെ നിർത്തിയിട്ടാ ഉഴുന്നുവടയും ചായ കുടിക്കാൻ. രാവിലെ തന്നെ വട. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഉഴുന്ന വടയും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ജംഗ്ഷനിൽ നിന്ന് നേരെ കുറ്റിപ്പാറ ഹൈവേയിലേക്ക് കയറി. അങ്ങനെ നേരെ ഒരു പിടുത്തം പിടിച്ച് ഒരു തിരക്ക് കുറവായിരുന്നു രാവിലെ ആയത് കാരണം. അപ്പോൾ ആശുര അത്യാവശ്യം സ്പീഡിൽ തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബാങ്കൊക്കെ വിളിച്ചപ്പോൾ ഒരു പള്ളീൻ്റെ അടുത്ത് സൈഡാക്കി ആശുര പള്ളിക്ക് നിസ്കരിക്കാൻ കയറി. ഫൈസൽക്ക് അവിടുന്ന് വണ്ടിയിൽ നിന്ന് തന്നെ ഉള്ളടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞു. ആശുറും സമീർക്കും പള്ളിക്ക് കയറി. ഫൈസൽക്ക് അവിടുന്ന് നിസ്കരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ എനിക്ക് രാവിലെ ചായ കുടിച്ചതിൻ്റെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. കാരണം രാവിലെ ചായ കുടിക്കാറില്ലല്ലോ. അങ്ങനെ ഒരു ഗ്യാസിൻ്റെ ഗുളികയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് പിന്നീടുള്ള യാത്ര തുടർന്നത്. ഛർദ്ദിക്കാൻ വരുന്നത് കാരണമായിരുന്നു കേട്ടോ. ചുരമൊക്കെ കയറുമ്പോൾ എന്തായാലും കൊട്ടുന്ന ഉറപ്പായിരുന്നു. അപ്പോൾ ഒരു ഗുളികയൊക്കെ വാങ്ങിച്ച് നിന്ന് സെറ്റായിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി ദൂരം പിന്നിട്ടപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ചായ കുടിക്കാൻ വേണ്ടി രാവിലത്തെ നാസ്ത കഴിക്കാൻ വേണ്ടി നിർത്തി. ഇത് കയറി കഴിഞ്ഞാൽ നാസ്ത കിട്ടില്ല എന്ന് പറഞ്ഞു. ചുരം കയറി കഴിഞ്ഞാൽ നാസ്ത കിട്ടാൻ കുറച്ച് പ്രയാസമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെള്ളയപ്പം ബീഫാണ് ഓർഡർ ചെയ്തത്. ഫൈസൽക്ക നൂൽപുട്ടും മുട്ടക്കറിയായിരുന്നു. അപ്പം ഞങ്ങൾ വീണ്ടും അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും അവിടുന്ന് യാത്ര തുടങ്ങി. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു. നമ്മൾ ചുരം കയറിയപ്പോൾ തന്നെ എന്താ പറയുക, നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ട് അത്യാവശ്യം നല്ല വൈബായിരുന്നു. എന്താ പറയുക, പ്രകൃതി എന്ത് രസമല്ലേ. കാരണം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ടൂർ പോകാനൊക്കെ ഭയങ്കര മടിയുള്ള ആൾക്കാർ, ഇതൊക്കെ കണ്ടിട്ട് എന്താ ആൾക്കാർക്ക് ടൂർ പോകാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവട്ടെ. അപ്പോൾ ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ പറയും, ടൂർ പോകാൻ മടിയുള്ള ആൾക്കാർ ഉദ്ദേശിച്ചിട്ടാട്ടോ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം എത്തിയപ്പോഴൊരു സ്ഥലത്ത് കോട കണ്ടപ്പോൾ ഞങ്ങളവിടെ വണ്ടി കുറച്ച് നേരം നിർത്തി. ഞങ്ങൾ അവിടുന്ന് എന്താ ഒരു 10-15 മിനിറ്റ് നമ്മളവിടെ സ്റ്റേ ആക്കി. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ എന്താ പറയുക, കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയും ചുരം കയറിയിട്ടുള്ള യാത്രയും എന്തൊരു വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ ആ ഒരു യാത്ര. അങ്ങനെ ഞാൻ ഫൈസൽഖാനോട് എന്താ പറയുക, എവിടെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈസൽക്ക ഒന്നും എതിര് പറയില്ല. എന്താ പറയുക, ഫൈസൽക്കാർക്ക് കൊണ്ട് ഭയങ്കര ഇഷ്ടമാട്ടോ യാത്രന് ഇത്രയും പ്രിയപ്പെട്ടതാക്കിയത് നമ്മൾ ആഷിറാണ്. കാരണം വിചാരിച്ചു കഴിഞ്ഞാൽ ഓനക്ക് ഭയങ്കര പ്രാന്താണ് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിലിപ്പോൾ നമ്മളും കൂടി ഇപ്പോൾ ഞാൻ ഫൈസൽക്കാർക്ക് ഭയങ്കര വൈബാണ് ഇങ്ങനെ യാത്ര പോണത്. അപ്പോൾ ഫൈസൽക്ക് എവിടേക്ക് പറ്റില്ല എന്ന് പറയില്ല. അപ്പോൾ ഇൻഷാ അള്ളാ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ മേലെ കയറി തൂങ്ങോട്ടെ, ഫൈസൽക്കാൻ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്താ പറയുക, ഞങ്ങളെല്ലാവരും പോയി. എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു കേട്ടോ. വണ്ടിയിൽ നിന്നുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ആഷിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമഡീൻ്റെ ആളാണ്. കാരണം അവൻ ഭയങ്കര തഗ്ഗാണ്. കാരണം വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ നേരം പോണത് അറിയേയില്ല. ഭയങ്കര പോസിറ്റീവ് വൈബാണ്. പിന്നെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര ഭയങ്കര രസമാണ്. എല്ലാവർക്കും അറിയാലോ, ആ വഴി പോയവർക്കൊക്കെ അറിയാലോ. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഇവിടെ ഗുണ്ടൽപേട്ട എത്താനൊക്കെ അതിന് മുന്നേ നമ്മളൊരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യുന്നു. അപ്പോൾ അവിടെ കുറേ മാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു. മാനിനെ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തെത്തിയപ്പോൾ ഒരു മുയലിനെ കണ്ടു. അതേ കാട്ടുമുയലിനെ കണ്ട ശീലത്തിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ മാനിനെ കുറേ സ്ഥലത്ത് നിന്ന് കണ്ടപ്പോൾ ഞാൻ ഫൈസൽഖാനോട് കുറേയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈസൽക്ക് കുറേയൊക്കെ എടുത്തപ്പോൾ ഫൈസൽക്ക് പിന്നെ പറയണം മാനിനെ കണ്ടിട്ട് ചടച്ചെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മാനിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു, ആനനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആനനെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴാട്ടോ കണ്ടത്. അപ്പോൾ പിന്നെ എല്ലാവരും ടയേർഡായ കാരണം ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട്. പിന്നെ ആഷിർ ഭയങ്കര സഫാരിയായിട്ട് ഭയങ്കര സഫാരിയിൽ മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് പോലെ ആഷിർ പറഞ്ഞ അതിൽ ഭയങ്കര എന്താ പറയുക, കോമഡി ഇതൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ വണ്ടിയിൽ. അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, ഈ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചില സ്ഥലത്തു നിന്നൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മറന്നു പോകും. കാരണം വെച്ചാൽ അപ്പോൾ ഫൈസൽക്ക് നെഫേജ് വീഡിയോ എടുത്തോന്ന് വെച്ചാൽ എനിക്ക് പിന്നെ എനിക്ക് ഓർമ്മ വരിക. അങ്ങനെ ഈ വീഡിയോയിൽ പകുതിയിലേറെ ഫൈസൽക്കാണ് കേട്ടോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ഫൈസൽഖാൻ്റെ അടുത്ത് ഫോൺ എടുത്തിട്ട് ഫൈസൽക്കാണ് കൂടുതലായിട്ടും വീഡിയോ ഒക്കെ എടുത്തത്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഇവിടേക്ക് ഗുണ്ടൽപേട്ട് വഴി നേരെ അവിടേക്ക് പോയിട്ട് എന്താ പറയുക, അവിടെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഒരു 3 മണിക്ക് ഇറങ്ങിയാലാണ് നമ്മളൊരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമ്മൾ ഇറങ്ങാൻ ലേറ്റ് ആയത് കാരണം കുറച്ചും കൂടി അവിടെ എത്താൻ കുറച്ച് ലേറ്റായിട്ട്. അങ്ങനെ ഞങ്ങൾ ചെണ്ടുമല്ലിപ്പാടം കാണാൻ വേണ്ടി പോയി. അവിടെ ഫൈസൽഖാനെ അങ്ങോട്ട് ഇറക്കാൻ പറ്റാത്ത കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം വിചാരിച്ചാൽ എനിക്ക് ഫൈസൽഖാനായിട്ട് ഫോട്ടോ എടുക്കാൻ മറ്റേ സൂര്യകാന്തിൻ്റെ ഉള്ളിലൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിരുന്നു ഭയങ്കര ഇഷ്ടം. പക്ഷേ ഫൈസൽഖാൻ വീൽ ചെയർ അങ്ങോട്ടൊക്കെ ഇറക്കാൻ പറ്റാത്ത കാരണം ഫൈസൽഖാൻ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല.
പക്ഷെ എന്നാലും എന്താ പറയുക, കുറച്ച് വീഡിയോസ് മാത്രം എടുത്തു. അത്ര വലിയ ഫോട്ടോസൊന്നും കൂടുതലായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് ഫേസൽക്ക് ഇല്ലാത്ത കാരണം ഞാൻ എടുത്തില്ല കേട്ടോ. അങ്ങനെ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂക്കൾ, പഴങ്ങൾ, പച്ചക്കറികൾ, എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എവിടെ അങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫൈസൽ ഖാനോടേക്ക് ഇവിടേക്ക് എത്ര ദൂരം ഉണ്ട്, എങ്ങനെ പോകണം എന്നൊക്കെ ഞാൻ ഫൈസൽ ഖാനോട് അതിനെക്കുറിച്ചിട്ട് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കൂട്ടാ. അപ്പോൾ ഫൈസൽക്ക് ചില നേരത്തെ പറയും ഇതൊന്ന് പോയിക്കാണെന്ന് പറയും. അങ്ങനെ ഞാൻ അവിടുന്ന് പൂവൊക്കെ പറിച്ചിട്ട് ഫൈസൽക്കാർക്ക് കൊടുന്നു കൊടുക്കാട്ടത്. കഴിഞ്ഞു പൂക്കൾ അങ്ങനെയുണ്ട്. സ്മെല്ലില്ല. ചെണ്ടുമല്ലിന്റെ വലിപ്പം നോക്കി. നമ്മളടുത്ത് ചെണ്ടുമല്ലി നല്ല മണം ഉണ്ടാവൂലേ? ഇത്ര വലിപ്പമില്ലാവൂല. എങ്ങനെയുണ്ട് പൂക്കൾ? ഞാൻ ആദ്യമായിട്ടെ ഇങ്ങനെ കാണുന്നത്. അന്നെ വിളിച്ചെത്തുന്ന കാട്ടാനാ കാണാതിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ ആന ഇവിടെ ആന. അങ്ങനെ ആശിർ ഓരോ സ്ഥലത്ത് ബോർഡ് കാണുമ്പോൾ പറയൂട്ടാ സേവ് ദ ഡേറ്റ് വെച്ചിരിക്കണെന്ന് പറഞ്ഞാൽ ഇത് പുലീൻ്റെ സേവ് ദ ഡേറ്റ്, ആനൻ്റെ സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഫുള്ള് കോമഡി ആയിരുന്നിട്ടാ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിച്ചില്ലായപ്പോൾ ഫൈസൽക്ക് പറഞ്ഞ് അവിടുന്ന് കുറച്ചേ ഉള്ളൂ ഊട്ടിക്ക് എന്ന് പറഞ്ഞപ്പോൾ ആശിർ പറഞ്ഞു ഇവിടുന്ന് കുറച്ചേ പോകാനുള്ള ഊട്ടിക്ക്, നമുക്ക് ഊട്ടിക്ക് പോകാം ഫൈസൽക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ മസിനഗുഡി വഴി ഊട്ടിക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത് ബൈ.